നമസ്കാരം. അപ്പോ നമ്മുടെ കയ്യിലുള്ള ഈ മെറ്റീരിയൽസ് വെച്ചിട്ട് സാഹചര്യങ്ങളെയും പിന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന രീതികളെയുമൊക്കെ എങ്ങനെ നന്നായിട്ട് വിവരിക്കാമെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാമല്ലേ? തീർച്ചയായും. അതായത് ഒരു സ്ഥലത്തെപ്പറ്റിയോ അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചോ മറ്റൊരാൾക്കൊരു നല്ല ഐഡിയ കിട്ടാൻ എന്ത് ചെയ്യണം, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. തീർച്ചയായും. ഇത് എന്താ പറയാ, വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവ് തന്നെയാണ്. കാര്യങ്ങൾ വ്യക്തമാക്കാനും ഒരു ആശയക്കുഴപ്പവും ഇല്ലാതെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, അല്ലേ? അതെ അതെ. അപ്പോൾ നമുക്ക് ആദ്യം സ്ഥലങ്ങളെ എങ്ങനെ വിവരിക്കാമെന്നുള്ളത് നോക്കാം. നിങ്ങളുടെ ഈ നോട്ടുകളിൽ ഒരു ചേരിയെപ്പറ്റി പറയുന്നുണ്ടല്ലോ. ഉണ്ട്. കരിപുരണ്ട തുണികൊണ്ട് ടെന്റുകൾ, വണ്ടികൾ പോകുമ്പോൾ പൊടി പാറുന്നു, പിന്നിൽ വലിയ ബിൽഡിങ്ങുകൾ കാണാം, പിന്നെ കെട്ടിക്കിടക്കുന്ന അഴുക്കുവെള്ളം, ദുർഗന്ധം, അങ്ങനെ. ശരിയാണ്. ആ വിവരണത്തില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് വെറും സാധനങ്ങൾ മാത്രമല്ല പറയുന്നത്. അവിടുത്തെ മനുഷ്യരുടെ ഒരു അവസ്ഥ അതും കൂടി വരുന്നുണ്ട്. പ്രായത്തേക്കാൾ കൂടുതൽ തോന്നിക്കുന്ന ഒരു സ്ത്രീ, രോഗം ബാധിച്ച കുട്ടികൾ, ഭക്ഷണത്തിനു വേണ്ടി പട്ടികളോട് തല്ലുകൂടുന്നത്. അപ്പോ ഈ ഡീറ്റെയിൽസ്, ഈ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് അവിടുത്തെ ആ ഒരു ജീവിതത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. അവിടുത്തെ ഒരു ദാരിദ്ര്യം, ഒരു നിസ്സഹായത, അതൊക്കെ മനസ്സിലാവും. ശരിയാണ്. ഒരു കാഴ്ചയല്ല, ശരിക്കും ഒരു അനുഭവമായിട്ട് മാറുന്നുണ്ട് അത്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന ആ മോശം ഓഫീസില്ലേ, അതിന്റെ വിവരണവും അങ്ങനെ തന്നെ. ചുമരിൽ പാൻ തുപ്പിയ പാടുകള്, പൊടി പിടിച്ച ഫയലുകള്, ഒഴിഞ്ഞ മേശകള്, പിന്നെ സഹായിക്കാൻ വലിയ താല്പര്യമില്ലാത്തൊരു ജീവനക്കാരൻ. അതെ അതെ. അതൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ആ ഓഫീസിലെ ഒരു തരം മുഷിപ്പും ഒരു അവഗണനയുമൊക്കെ ഊഹിക്കാൻ പറ്റും. ചിലന്തി വല, ശബ്ദമുണ്ടാക്കുന്ന ഫാൻ, ഇതൊക്കെ ആ ചിത്രം കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ വിശദാംശങ്ങൾ, അതാണ് പ്രധാനം. ഇതിനകത്ത് വേറൊരു നല്ല ഉദാഹരണമുണ്ട്. 2 ആശുപത്രികളെ താരതമ്യം ചെയ്യുന്നത്. അത് ശ്രദ്ധേയമാണ്. ഒന്നിൽ നല്ല വൃത്തിയുള്ള ബെഡ്ഷീറ്റ്, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന നഴ്സുമാർ, ഡോക്ടർമാർ കൃത്യസമയത്തെത്തുന്നു, നല്ല അന്തരീക്ഷം. മറ്റേതിൽ പൊട്ടിയ കട്ടില്, രോഗികൾ നിലത്ത് കിടക്കുന്നു, ദേഷ്യപ്പെടുന്ന അറ്റൻഡർ, ഡോക്ടർമാരെ കാണാനില്ല, അങ്ങനത്തെ അവസ്ഥ. അപ്പോ ആ താരതമ്യം അത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. 2 സാഹചര്യങ്ങൾ തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്, അത് അവിടുത്തെ ആളുകളെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ ആ വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ശരിയാണ്. നല്ല വിവരണം ആ വ്യത്യാസം കൃത്യമായിട്ട് കാണിക്കും. അതെ. ഈ സ്ഥലങ്ങൾ വിവരിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണല്ലോ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്, അല്ലേ? ഈ സോഴ്സിൽ ഒരു ഉള്ളിദോശയുണ്ടാക്കുന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. ഉണ്ട്. ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു പ്രവർത്തനം വിവരിക്കുമ്പോൾ ഓരോ സ്റ്റെപ്പും അത് വളരെ ക്ലിയർ ആയിരിക്കണം. ഈ പാചകക്കുറിപ്പൊക്കെ നല്ല ഉദാഹരണമാണ്. അതെ. ഇതിൽ പറയുന്നു 65 ഗ്രാം അരി, 35 ഗ്രാം ഉഴുന്ന് കഴുകണം, പിന്നൊരു 3-4 മണിക്കൂർ കുതിർക്കണം. എന്നിട്ട് പുളിയും മുളകും അരച്ചു ചേർക്കണം. എല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ട് ഉള്ളിയും തേങ്ങയും ഒക്കെ ചേർത്ത് ദോശയായിട്ട് ചുട്ടെടുക്കണം. കണ്ടില്ലേ, ഓരോ ഘട്ടവും ഓർഡറിൽ പറയുന്നു, അളവുകൾ പറയുന്നു. ശരിയാണ്. ഇതിൽ സാധാരണയായി കഴുകുക, അരയ്ക്കുക, ചേർക്കുക എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഒരു നിർദ്ദേശം പോലെ, ഇംപറേറ്റീവ് വേർബ്സ്. അതെ അതെ. നമ്മൾ ഒരാൾക്കൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു രീതിയാണ് ഉപയോഗിക്കുക. ഈ TV സെറ്റ് എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ പാസ്പോർട്ടിന് എങ്ങനെ അപേക്ഷിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളിലും ഇത് തന്നെയാണ്. ആന്റിന ഉറപ്പിക്കുക, പ്ലഗ് ഇടുക, ഫോം വാങ്ങുക, പൂരിപ്പിക്കുക, ഒപ്പിടുക. അതെ. പക്ഷേ ഈ പ്രോസസ്സിനെ പറ്റി നമ്മളിപ്പോൾ വേറൊരാളോട് എന്താ പറയാ വെറുതെ സംസാരിക്കുകയാണെങ്കിൽ അപ്പോഴും ഇങ്ങനെ തന്നെയാണോ പറയാ? അവിടെയാണ് ഒരു ചെറിയ വ്യത്യാസം വരുന്നത്. ചിലപ്പോൾ നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കും. അതായത് ആന്റിന ഉറപ്പിക്കുക എന്നതിനു പകരം ആന്റിന ഉറപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആന്റിന ഉറപ്പിക്കണം എന്ന രീതിയിൽ പറയും. ശരി. അവിടെ ആരാണത് ചെയ്തത് എന്നതിനേക്കാൾ ആ പ്രവൃത്തി നടന്നു എന്നതിനോ നടക്കണം എന്നതിനോ ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. മനസ്സിലായി. ഫോക്കസ് മാറുന്നുണ്ട്. ആര് എന്നതിൽ നിന്ന് എന്ത് അല്ലെങ്കിൽ എങ്ങനെ എന്നതിലേക്ക്. അതെ. അതുപോലെ ചിലപ്പോൾ ഈ മസ്റ്റ്, ഷുഡ് പോലുള്ള വാക്കുകൾ മോഡൽ വേർബ്സ് ഉപയോഗിക്കേണ്ടി വരും. പാസ്പോർട്ടിന്റെ കാര്യത്തിൽ യു മസ്റ്റ് ഗെറ്റ് എ ലെറ്റർ എന്നൊക്കെ പറയുമ്പം അതൊരു നിർബന്ധം അല്ലെങ്കിൽ ആവശ്യകത കാണിക്കാനാണ്. ഓക്കെ.
അപ്പൊ സന്ദർഭം നോക്കണം. നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണോ അതോ ആ പ്രോസസ്സിനെ പറ്റി വിവരിക്കുകയാണോ എന്നതിനനുസരിച്ച് ആ ഭാഷയുടെ ഒരു രീതി മാറും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ഥലത്തെപ്പറ്റിയോ ഒരു കാര്യം ചെയ്യുന്നതിനെപ്പറ്റിയോ നമ്മൾ വിവരിക്കുമ്പോൾ ഈ ചെറിയ വിശദാംശങ്ങൾ കൊടുക്കുന്നതും അതുപോലെ വ്യക്തമായ ഭാഷ ഉപയോഗിക്കുന്നതും അത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ എത്രത്തോളം പ്രധാനമാണെന്ന് ഇതിൽ നിന്ന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ? തീർച്ചയായും ഇത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ നമ്മുടെ സ്വന്തം ആശയങ്ങൾ ക്ലിയർ ആയിട്ട് പറയാനും നിങ്ങളെ ശരിക്കും സഹായിക്കും. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതൊന്ന് ഓർത്തുവെക്കാനുമൊക്കെ ഇതൊരു നല്ല പരിശീലനമാണ്. ശരിയാണ്. അപ്പോൾ പോകുന്നതിന് മുൻപ് നിങ്ങൾക്കായി ഒരു ചെറിയ ചിന്ത, നിങ്ങൾ ഈയിടെ കണ്ട ഒരു സ്ഥലം അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യം അതൊന്ന് മനസ്സിൽ ഓർത്തു നോക്കൂ. അതിന് ഏറ്റവും സ്വാഭാവികമായിട്ട് കേൾക്കുന്ന ആൾക്ക് ഒരു ചിത്രം കിട്ടുന്ന പോലെ എങ്ങനെ വിവരിക്കാൻ പറ്റും? ഏതൊക്കെ ചെറിയ ഡീറ്റെയിൽസ് ചേർത്താലായിരിക്കും ആ വിവരണത്തിനൊരു ജീവൻ വയ്ക്കുക? ഒന്ന് ആലോചിച്ച് നോക്കണേ.